ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് കേരളത്തിലെ തിയേറ്ററുകളിലെത്തിച്ച പുതിയ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ പ്രദർശന വിജയം നേടി രണ്ടാം വാരത്തിലേക്ക്. റിലീസ് ചെയ്ത ദിവസം മുതൽ വമ്പൻ പ്രേക്ഷക പിന്തുണ ലഭിച്ച ചിത്രത്തിന് കേരളമെങ്ങും വലിയ പ്രതികരണമാണ് ലഭിച്ചത്. ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസിക്കുന്ന ചിത്രമായി മാറിക്കഴിഞ്ഞു. AFD സിനിമാസുമായി സഹകരിച്ച് സുധീഷ് സ്കറിയയും താമർ കേവിയും ചേർന്ന് നിർമ്മിച്ച ചിത്രം അവതരിപ്പിച്ചതും താമറാണ്. ഒരുപാട് ചിരിയും ഒട്ടേറെ ചിന്തയും നിറച്ച കഥ പറയുന്നു എന്നതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. ചിരിയുണർത്തുന്ന സംഭാഷണങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കുമൊപ്പം മനസ്സിൽ തൊടുന്ന വൈകാരിക നിമിഷങ്ങളും കൊണ്ട് നിറഞ്ഞ ചിത്രം ഫാത്തിമ എന്നു പേരുള്ള സ്ത്രീയുടെ കുടുംബജീവിതത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആഴമുള്ള കഥാഖ്യാനം കൊണ്ടുകൂടിയാണ് ചിത്രം പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കുന്നത്. കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഉൾപ്പെടെ മികച്ചൊരു സിനിമാ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. ലോക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഫെമിനിച്ചി ഫാത്തിമയിലൂടെ വീണ്ടും ഒരു മനോഹര സിനിമാ അനുഭവം മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസിനും വലിയ കയ്യടിയാണ് സിനിമാ പ്രേമികളിൽ നിന്ന് ലഭിക്കുന്നത്. കേരളത്തിലെ നിറഞ്ഞ സദസ്സുകളിലാണ് ഇപ്പോൾ പ്രദർശനം. ടൈറ്റിൽ കഥാപാത്രമായ ഫാത്തിമയായി ഷംല ഹംസ അഭിനയിച്ച ചിത്രത്തിൽ കുമാർ സുനിൽ, വിജി വിശ്വനാഥ്, പ്രസീത, രാജി ആർ ഉൻസി, ബബിത ബഷീർ, ഫാസിൽ മുഹമ്മദ് എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ പ്രശസ്ത ചലച്ചിത്രമേളകളിൽ വലിയ നിരൂപക പ്രശംസ നേടിയെടുത്ത ചിത്രം കൂടിയാണ് ഫെമിനിച്ചി ഫാത്തിമ.